നമസ്കാരം. ഭാവനയേക്കാൾ വിചിത്രമായ ചില സത്യങ്ങളുണ്ട്. തന്നെപ്പോലെ തന്നെയുള്ള എന്നാൽ താനല്ലാത്ത മറ്റൊരാൾ നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്കും പ്രണയങ്ങൾക്കും പഴി കേൾക്കേണ്ടി വരുന്ന ഒരു മനുഷ്യ മനസ്സിൻ്റെ നിസ്സഹായതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ തുടക്കം മൂവാറ്റുപുഴയിലെ ഒരു മഴയുള്ള സന്ധ്യയിലാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന ചന്ദ്രശേഖരൻ കടാത്തി ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഒരു കള്ളഷാപ്പുകാരൻ പിന്നാലെ ഓടി വന്ന് ഷർട്ടിൽ കയറി പിടിച്ചു. കറിയുടെ കാശ് തരാതെ എപ്പോഴും മുങ്ങുന്നവനല്ലേ താൻ എന്നായിരുന്നു അയാളുടെ അലർച്ച. എന്നാൽ ഞാൻ ഷാപ്പിൻ്റെ അകം പോലും കണ്ടിട്ടില്ലെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ വിട്ടില്ല. തർക്കം മൂത്തപ്പോൾ മറ്റൊരാൾ ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് സത്യം വെളിപ്പെട്ടത്. ഇത് അയാളല്ല, പക്ഷേ കണ്ടാൽ അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്നായിരുന്നു അയാളുടെ വാക്കുകൾ. ആ ഇരുട്ടിലും മഴയിലും അന്ന് അവൻ തിരിച്ചറിഞ്ഞത് തൻ്റെ നിഗൂഢനായ ഒരു അപരനെയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം കോളേജിൽ പോകാൻ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ ബസ് കത്തി നിൽക്കുമ്പോൾ വീണ്ടും ആ നിഴൽ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഒരു പെൺകുട്ടി ഓടി വന്ന് കയ്യിൽ കടന്നു പിടിച്ച് ബാബു എന്ന് വിളിക്കുന്നു. കാമുകനായ ബാബു ആണെന്ന് കരുതിയാണ് ആ പെൺകുട്ടി അങ്ങനെ വിളിച്ചത്. ബാബു, ഞാൻ വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ട്, വരൂ, വന്ന് വണ്ടിയിൽ കയറൂ, അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. പലതവണ താൻ ബാബുവല്ല എന്ന് പറഞ്ഞിട്ടും അവൾ കേട്ട ഭാവം നടിച്ചില്ല. ബഹളമായപ്പോൾ ചുറ്റുമുള്ളവർ അയാളെ ഒരു സ്ത്രീലമ്പടനായി കാണാൻ തുടങ്ങി. ഒടുവിൽ കാറിൽ നിന്നിറങ്ങിയ മറ്റൊരു സ്ത്രീ, ഇത് ബാബുവല്ല, ബാബുവിന് ഇത്രയും പൊക്കമില്ലല്ലോ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ആ രംഗം ഒന്ന് ശാന്തമായത്. ജോലി കിട്ടിയ ശേഷം എറണാകുളത്ത് വെച്ചുണ്ടായ അനുഭവം അതിലും ഭീകരമായിരുന്നു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് എളുപ്പവഴിക്ക് ബോട്ട് ജെട്ടിക്കടുത്തുള്ള ലോഡ്ജിലേക്ക് മടങ്ങുന്ന സമയം സിനിമയിലെ രംഗങ്ങളാണ് മനസ്സിൽ. പെട്ടെന്ന് ഒരു ഓട്ടോ മുന്നോട്ടേക്ക് പോയി തിരിച്ചു വന്നു. ആ ഓട്ടോ ഡ്രൈവർ അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അയാളുടെ മുന്നിൽ 4 പേർ നടക്കുന്നുണ്ട്. അതിലൊരാൾ സ്ത്രീയാണ്. പെട്ടെന്ന് ആ ഓട്ടോറിക്ഷ മുന്നിൽ വന്ന് നിന്നു. ഇവനിത് സ്ഥിരം പരിപാടിയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു സ്ത്രീയുമായി വുഡ്ലാൻഡിൽ റൂമെടുത്ത് ഒടുവിൽ അവരുടെ വസ്ത്രങ്ങളുമായി മുങ്ങിയവനാണ്. ഇന്നും ഇവനത് ചെയ്യും. മുമ്പിൽ പോയ സ്ത്രീയെയും അവനെ നോക്കി ഓട്ടോക്കാരൻ പറഞ്ഞു. അത് കേട്ട പുളവൻ വിയർത്തുപോയി. ഓട്ടോക്കാരൻ്റെ പിന്നത്തെ ചോദ്യം മുന്നിൽ പോകുന്നവരോടാണ്. നിങ്ങൾ ഈ സ്ത്രീയെയും കൊണ്ട് നട്ടപ്പാതിരയ്ക്ക് എവിടെ പോകുന്നു? അത് ചോദിക്കാൻ താനാരാ? സ്ത്രീയുടെ കൂട്ടത്തിലൊരാൾ പ്രതികരിച്ചു. നിങ്ങൾ ഇവന് കാഴ്ചവെക്കാൻ കൊണ്ടുപോവുകയാണോ? അവർ തിരിഞ്ഞ് അവനെ നോക്കി. ഞങ്ങൾക്ക് അയാളെ അറിയുക പോലുമില്ല. അതറിയാം, പക്ഷേ നിങ്ങൾ ഇവനെ സൂക്ഷിക്കണം, ഇവൻ കുഴപ്പക്കാരനാണ്. ഒടുവിൽ അവരെല്ലാം സംഘം ചേർന്ന് അവനെ തടഞ്ഞു വെച്ചു. ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം. അത് വേണ്ട, ഇവന് 2 പെട കൊടുത്തു വിടാം. ഇത്രയും പറഞ്ഞ് അവനെ തല്ലാൻ അവർ അടുത്തേക്ക് ചെന്നു. തല്ലിയിട്ടെന്ത് പ്രയോജനം? ഉടുതുണിയില്ലാതെ ഇവനെ ഇവൻ്റെ താമസ സ്ഥലം വരെ നടത്തണം. സകല ദൈവങ്ങളെയും വിളിച്ച് അവൻ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് പെട്രോളിങ്ങിനിറങ്ങിയ പോലീസ് ജീപ്പ് അവിടേക്ക് ചെന്നത്. ജീപ്പിൽ നിന്നിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ കോളേജ് സീനിയറായ പരീത് കുഞ്ഞായിരുന്നു. ഭാഗ്യം അയാളെ തുണച്ചു. പിന്നീട് പരീത് കുഞ്ഞാണ് വിവരങ്ങളെല്ലാം അവനോട് പറയുന്നത്. MK ചന്ദ്രശേഖരൻ്റെ ജീവിതാനുഭവങ്ങൾ ചേർത്ത് അദ്ദേഹം എഴുതിയ ഒരു നോവലിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. പത്മരാജൻ്റെ അപരൻ എന്ന കഥയിൽ നായകനും പ്രതിനായകനും പലപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട്. തന്നെ പലപ്പോഴും കുഴപ്പത്തിലാക്കുന്ന പ്രതിനായകനെ തേടി നായകൻ നഗരത്തിലെത്തുന്നു. അയാളെ നേരിട്ട് കാണുന്നതോടെ പല കാരണങ്ങൾ കൊണ്ട് ദേഷ്യമെല്ലാം കെട്ടടങ്ങി നായകൻ മടങ്ങുന്നു. ഇതായിരുന്നു പത്മരാജൻ്റെ കഥ. നേരെ മറിച്ചാണ് ചന്ദ്രശേഖരൻ്റെ കഥ. അതിൽ നായകനും പ്രതിനായകനും ഒരിക്കലും കണ്ടുമുട്ടുന്നില്ല. ഈ അന്തർധാരയാണ് പത്മരാജൻ സിനിമയിൽ ഉപയോഗിച്ചത്. 1986 അവസാനത്തിലാണ് മനോരാജ്യം വാരികയിൽ MK ചന്ദ്രശേഖരൻ്റെ ശത്രുവിൻ്റെ മരണം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു വരുന്നത്. P. പത്മരാജൻ്റെയും MK ചന്ദ്രശേഖരൻ്റെയും കഥകൾ ചേർത്ത് പത്മരാജൻ തിരക്കഥ തയ്യാറാക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് ജയറാമിൻ്റെ ആദ്യ സിനിമയെ പുറത്തിറങ്ങിയ 1988 ഫെബ്രുവരി 12 റിലീസ് ചെയ്ത 1 മണിക്കൂർ 55 മിനിറ്റുള്ള മിസ്റ്ററി സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം അപരൻ.